നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1,00,000 രൂപ താഴെ നിങ്ങൾ നല്ലൊരു ഡീസൽ കാർ നോക്കി ഇറക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ലൊരു വണ്ടി വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ സ്ക്രോൾ ചെയ്യാണ്ട് നിങ്ങൾ കണ്ടോളൂ. ഒരു ഓട്ടോറിക്ഷയുടെ വിലയിൽ 2008 2008 മോഡലുള്ള ഒരു പാസഞ്ചർ ആപ്പ നമുക്ക് മേടിക്കണമെങ്കിൽ എന്ത് വിലയാവുന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ആ ഒരു വിലയ്ക്ക് ഈ ഒരു കണ്ടീഷനിലുള്ള നല്ലൊരു കണ്ടീഷൻ തന്നെ പറയാം. ഇപ്പോഴും ഈ വാഹനത്തിന്റെ മെക്കാനിക്കൽ സൈഡ്, ബോഡി ഭാഗം, അങ്ങനെയുള്ള എല്ലാ പാർട്ടുകളും നല്ല കണ്ടീഷൻ തന്നെ നിലകൊള്ളുന്ന ഒരു വാഹനമാണിത്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്, നല്ല ഇന്റീരിയലാണ്. ഇതിന്റെ ടയർ കണ്ടീഷൻ നല്ല കണ്ടീഷനുണ്ട്. ഇതിന്റെ എഞ്ചിൻ നിങ്ങൾക്ക് വന്ന് വാല്യൂറ്റ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഈ വാഹനം നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് വാല്യൂറ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ മെക്കാനിക്കൽ കണ്ടീഷൻ, ഗിയർ ബോക്സ് ആയിക്കോട്ടെ, എഞ്ചിൻ ആയിക്കോട്ടെ, ഇതിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് നോക്കി തന്നെ എടുക്കാനുള്ള എല്ലാവിധ അവകാശവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു വാഹനത്തിന്റെ എല്ലാവിധ എന്റെ ഇന്റീരിയലായിക്കോട്ടെ എക്സ്റ്റീരിയലായിക്കോട്ടെ ഒരുമാതിരിപ്പെട്ട പാർട്ടുകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഒരു ഡീസൽ കാറാണ്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം തോന്നാം. ടാറ്റയുടെ 2008 മോഡലിലുള്ള ഒരു ഡീസൽ എഞ്ചിനാണിത്. ഇതിന്റെ ഒരു കണ്ടീഷൻ നിങ്ങൾക്കിപ്പോ ഞങ്ങളുടെ സ്ഥലത്തേക്കാളും ദൂരെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് നിങ്ങൾ സമയം കളയേണ്ട എന്ന് കരുതി തന്നെയാണ് അതിന്റെ വിഷ്വൽസ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഡീസൽ കാർ അതിന് എഞ്ചിൻ ഭാഗങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന്റെ സ്മോക്ക് നോക്കി നമുക്ക് ഏകദേശം നമുക്ക് തിരിച്ചറിയാം. 1,00,000 കിലോമീറ്റർ ഒക്കെ കിടന്ന വണ്ടി സ്വാഭാവികമായിട്ടും അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഡീസൽ വണ്ടിയിൽ സ്മോക്ക് ഉണ്ടാകാം. സ്വാഭാവികമായിട്ടും സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് റേസ് ചെയ്തിട്ട് അതിന്റെ പുറകെ പോയി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഓയിലിന്റെ സ്മെല്ല് കൊണ്ട്, അതിന്റെ കളർ കൊണ്ട്, അങ്ങനെ പല രീതിയിലും നമുക്ക് അതിന്റെ എഞ്ചിന്റെ കണ്ടീഷൻ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ഈ ഒരു വാഹനത്തിന്റെ ഇപ്പോഴും 2008 മോഡലുള്ള ഒരു വാഹനം 2028 വരെ പേപ്പറിലാണ്. AC പവർ സ്റ്റിയറിംഗ് ഓപ്ഷനുള്ള ഈ ഒരു വാഹനം 4ാമത്തെ ഓണർഷിപ്പിലാണ് ഉള്ളത്. അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെയാണ്. ഇതിന്റെ മെക്കാനിക്കൽ പാർട്ടുകൾ ഇപ്പോഴും, ബോഡി പാർട്ടുകൾ, ഇന്റീരിയർ എല്ലാം ഇപ്പോഴും നല്ല രീതിയിൽ നമുക്ക് എവിടെയും നമുക്ക് കൊണ്ടുപോകാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം നമുക്ക് ഇപ്പോഴും നിലകൊള്ളുന്നത്. 2000 കാലഘട്ടത്തിന് ശേഷം അംബാസഡർ ഒക്കെ ഡിക്കിയുള്ള വാഹനങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്നിരുന്ന സമയത്ത് ടാക്സി പർപ്പസിലേക്കായിട്ടോ അല്ലെങ്കിൽ ഡിക്കിയുള്ള ഒരു സെഗ്മെന്റിലേക്കായിട്ട് എസ്റ്റീമിനൊക്കെ ശേഷം ഒരു ഡീസൽ എഞ്ചിനുമായിട്ട് ജനകീയമായ രീതിയിൽ കടന്നു വന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ ഇൻഡിഗോ എന്ന് പറയുന്നത്. ആദ്യം ഒരു വലിയ ബൂട്ട് സ്പേസ് ഉള്ള 400 ലിറ്ററിന്റെ ഒക്കെ ലിറ്റർ സ്പേസ് ഉള്ള വാഹനമായിരുന്നു ഇൻഡിഗോ വന്നിരുന്നെങ്കിൽ ഏകദേശം 2006 2007 കൂടിയിട്ട് ടാറ്റ ലോഞ്ച് ചെയ്ത CS എന്ന് പറഞ്ഞൊരു വെഹിക്കിൾ ആണിത്. ആ സെഗ്മെന്റിൽ പെട്ടാണ്. അന്ന് AC പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെട്ടതെന്ന് വന്ന വാഹനമാണിത്. ഇതിന്റെ ACയും പവർ സ്റ്റിയറിംഗും ഇന്നും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, റ്റാറ്റയുടെ വാഹനത്തിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം ടാറ്റയുടെ AC എന്ന് പറഞ്ഞാൽ എത്രമാത്രം പെർഫോമൻസ് ഉള്ളതാണെന്ന് അറിയാം. നിങ്ങൾക്ക് 1,00,000 രൂപ താഴെ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ നല്ലൊരു ഡീസൽ കാർ ദൈനംദിന ഉപയോഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഇതിന്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഉള്ളിലുള്ള ലിറ്റർ സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു സ്പേഷ്യസ് ഉള്ള ഒരു വാഹനമാണത്. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടിങ്ങോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വാഹനമാണിത്. ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് ഇപ്പോഴും സ്പെയർ പാർട്സുകളെല്ലാം മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം ടാറ്റയുടെ ബിൽഡപ്പ് ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. നല്ല ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും നിലനിൽപ്പുണ്ട്. പെയിന്റ് വേറെ ഇഞ്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിൽ ഇതിന്റെ ഓയിൽ സർവീസുകൾ കാര്യങ്ങളും എല്ലാം ചെയ്ത് നിൽക്കുന്ന ഒരു വാഹനമാണ്. ഓയിൽ ഫിൽട്ടർ, ഡീസൽ ഫിൽട്ടർ ഇതെല്ലാം ചേഞ്ച് ചെയ്ത് നിൽക്കുന്നതാണ്. എഞ്ചിൻ ഓയിലെല്ലാം മാറി നിൽക്കുന്നതാണ്. ടയർ കണ്ടീഷൻ ഉണ്ട്, പേപ്പർ കണ്ടീഷൻ ഉണ്ട്. നല്ലൊരു വാഹനം വേണമെന്നുള്ളവർക്ക് തീർച്ചയായും എന്റെ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ വന്ന് കാണാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ ഒരു വാഹനത്തിന്, അതായത് യഥാർത്ഥ ഒരു ആവശ്യക്കാരെ നിങ്ങൾ എന്നെ വിളിക്കുന്നത്. ഞാൻ ഈ ഒരു വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 80,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളൊരു യഥാർത്ഥ പേരാണ് നിങ്ങൾ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വാഹനത്തിന് നിങ്ങൾ വന്ന് കണ്ട് വില നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഈ ഒരു വാഹനത്തിന് വിലയിൽ മാറ്റം ചെയ്യാൻ തീർച്ചയായും തയ്യാറാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ എന്റെ മൊബൈൽ നമ്പറിൽ വിളിച്ചോളൂ. വിൽപ്പനയ്ക്കായിട്ടുള്ള മറ്റുള്ള വാഹനങ്ങളും വിശേഷങ്ങളും തുടർ എപ്പിസോഡിൽ ഉണ്ടാകുന്നതാണ്. അത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകൾ ചെയ്യുക, കമന്റുകൾ ചെയ്യുക. മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നവരെ വീണ്ടും നന്ദി, നമസ്കാരം.